ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ ഓർഗനൈസിങ് എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ അധികാരം കൈമാറ്റം, അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയും. അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ അധികാര കൈമാറ്റം, അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ തന്നെ അല്ലെങ്കിൽ ആ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് എന്താണ് അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ ഡെലിഗേഷൻ എന്നത്. അതായത് കീഴ് ജീവനക്കാരിലേക്ക് മേധാവികളിൽ നിന്നും അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിൽ നിന്നും അയാളുടെ കീഴ് ജീവനക്കാരിലേക്കുള്ള അധികാരത്തിൻ്റെ കീഴോട്ടുള്ള കൈമാറ്റത്തെയാണ് അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്നത്. അതായത് മേധാവികളിൽ നിന്നും കീഴ് ജീവനക്കാരിലേക്കുള്ള അധികാരത്തിൻ്റെ കീഴോട്ടുള്ള കൈമാറ്റത്തെയാണ് അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്നത്. അതായത് ഡെലിഗേഷൻ വഴി മാനേജർ തൻ്റെ ജോലിഭാരം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഡെലിഗേഷൻ വഴി മാനേജർ തൻ്റെ ജോലിഭാരം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി കൂടുതൽ പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളിൽ മാനേജർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. അതായത് മേധാവികൾ അവരുടെ ജോലിഭാരം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അതായത് ചെയ്യുന്നത്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ അവരുടെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിഭാരം കുറയുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൂടുതൽ പ്രാധാന്യമുള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. കീഴ് ജീവനക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതായത് തീരുമാനങ്ങൾ എടുക്കാനും ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാനും കീഴ് ജീവനക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലൂടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഘടകങ്ങൾ എന്തൊക്കെ? ഡെലിഗേഷന് 3 ഘടകങ്ങളാണുള്ളത്: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് അധികാരം, ഉത്തരവാദിത്വം, കണക്ക് പറയൽ. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ വൺ വേർഡിന് എക്സാമിന് ചോദിക്കലുണ്ട്, ഡെലിഗേഷൻ്റെ ഘടകമല്ലാത്തത്. അതോറിറ്റി തരും, റെസ്പോൺസിബിലിറ്റി തരും, അക്കൗണ്ടബിലിറ്റി തരും, പിന്നെ അതിൻ്റെ കൂടെ വല്ല കോർഡിനേഷനോ പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ഒരു വേർഡും കൂടി തരും. ഡെലിഗേഷൻ്റെ ഘടകമല്ലാത്തത് എന്ന് പറയുമ്പോൾ അപ്പോൾ അധികാരവും ഉത്തരവാദിത്വവും കണക്ക് പറയലും ഡെലിഗേഷൻ്റെ ഘടകമാണ് അല്ലെങ്കിൽ എലമെൻ്റ് ആണ്. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് തരികയാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ഈ അതോറിറ്റി എന്താണ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 O's പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലേ. അതോറിറ്റി എന്താണെന്നും റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തായിരുന്നു അതോറിറ്റി? ആജ്ഞാപിക്കാനുള്ള അവകാശത്തെയും അനുസരിപ്പിക്കാനുള്ള ശേഷിയുമാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത്. ഓർമ്മ ഉണ്ടോ? അപ്പോൾ അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ കീഴ് ജീവനക്കാർക്ക് ആജ്ഞ നൽകാനുള്ള അയാളുടെ പദവിയുടെ അല്ലെങ്കിൽ അയാളുടെ അധികാരത്തെ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ ആ അവകാശത്തെ നമ്മൾ എന്ത് പറയും? അധികാരം എന്ന് പറയും. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ആജ്ഞ നൽകാനുള്ള അവകാശവും അനുസരിപ്പിക്കാനുള്ള ശേഷിയുമാണ് അധികാരം. ആജ്ഞാപിക്കാനുള്ള അവകാശവും അല്ലെങ്കിൽ അനുസരിപ്പിക്കാനുള്ള ശേഷിയുമാണ് അധികാരം. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ച കർത്തവ്യം ശരിയായി നിർവഹിക്കാനുള്ള ഒരു കീഴ് ജീവനക്കാരൻ്റെ കടപ്പാടാണ് ഉത്തരവാദിത്വം. അതായത് ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്യാനുള്ള അല്ലെങ്കിൽ നിർവഹിക്കാനുള്ള ഒരാളുടെ കടമയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അധികാരത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ഒരു കടമ വന്നിട്ടുണ്ടാവും. ആരാണോ നമ്മളോട് അധികാരപ്പെടുത്തിയിട്ടുള്ളത് അത് ചെയ്യാനുള്ള ഒരു കടമ അല്ലെങ്കിൽ ബാധ്യത നമുക്കുണ്ടാവും. അത് നിർവഹിക്കാനുള്ള ആ ബാധ്യതയാണ് അല്ലെങ്കിൽ ആ കടമയാണ്, കീഴ് ജീവനക്കാരൻ്റെ ആ ബാധ്യത അല്ലെങ്കിൽ കീഴ് ജീവനക്കാരൻ്റെ ആ കടമയാണ് എന്ത്? ഉത്തരവാദിത്വം. അപ്പോൾ നമ്മൾ എന്താണ് അതോറിറ്റി എന്ന് നോക്കി, എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കി. ഇനി നമുക്ക് അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ഏൽപ്പിക്കപ്പെട്ട ചുമതലയുടെ പരിണിത ഫലത്തിന് മറുപടി പറയുന്നതാണ് കണക്ക് പറയൽ. അതായത് നമ്മൾ അതോറിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളോട് ആജ്ഞാപിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്തതിൻ്റെ റിസൾട്ട് നമ്മൾ എന്താണ് ചെയ്ത് അല്ലെങ്കിൽ എന്തായി എന്നത് നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതാണ് അക്കൗണ്ടബിലിറ്റി. അതായത് ഏൽപ്പിക്കപ്പെട്ട ചുമതലയുടെ പരിണിത ഫലത്തിന് മറുപടി പറയേണ്ടി വരുന്നതിനെ കണക്ക് പറയൽ എന്ന് വരുന്നു.
അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തതും മുകളിലേക്ക് നീങ്ങുന്നതുമാണ്. അത് ആരാണോ നമ്മളോട് അധികാരപ്പെടുത്തിയത് അതാണ് പറയുന്നത് മുകളിലേക്ക് നീങ്ങുന്നതാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മളോട് അധികാരപ്പെടുത്തിയ ആളോടാണ് നമ്മൾ ആ റിപ്പോർട്ട് കാണിക്കേണ്ടത്. ആ റിപ്പോർട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കണക്ക് പറയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ എലമെൻറ്റ്സ് നമ്മൾ നോക്കി. അതോറിറ്റി, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അധികാരം, ഉത്തരവാദിത്തം, കണക്ക് പറയൽ. അധികാരം എന്ന് പറഞ്ഞത് എന്താണ്, ആജ്ഞാപിക്കാനുള്ള അവകാശവും അനുസരിപ്പിക്കാനുള്ള ശേഷിയുമാണ് അധികാരം. എന്നാൽ അധികാരപ്പെടുത്തിയതിനനുസരിച്ച് നമ്മളോടൊരു കാര്യം ഏൽപ്പിച്ചത് ചെയ്തു തീർക്കാനുള്ള നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ കടമയാണ് ഉത്തരവാദിത്വം. ഇനി അക്കൗണ്ടബിലിറ്റി എന്താണ്, നമ്മളോട് ചെയ്ത് അല്ലെങ്കിൽ എന്താണോ നമ്മളോട് ഏൽപ്പിച്ചത് അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ട്, ആ കണക്ക് പറയുന്നതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സാധാരണഗതിയിൽ മുകളിലോട്ട് ഒഴുകുന്നതാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മുകളിലേക്ക് നീങ്ങുന്നതാണ് എന്നാണ് പറയുന്നത്. ആരാണോ നമ്മളോട് അധികാരപ്പെടുത്തിയിട്ടുള്ളത് അവരോട് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ അക്കൗണ്ടബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേധാവികളിൽ നിന്നും കീഴ് ജീവനക്കാരിലേക്കുള്ള അധികാരത്തിൻ്റെ കീഴോട്ടുള്ള കൈമാറ്റം. അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യാണ്, കീഴ് ജീവനക്കാരെ അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ആളുകളെ, മിഡിൽ ലെവലിലുള്ള ആളുകളെ ഏൽപ്പിക്കുക. മിഡിൽ ലെവൽ മാനേജേഴ്സ് അവരുടെ ലോവർ ലെവലിലുള്ള ആളുകളെ ഏൽപ്പിക്കുക. അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ അവരുടെ കീഴ് ജീവനക്കാർക്ക് കൂടി നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൂടി ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ കഴിയും, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം ചുമതല ഏൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതായത് ഡെലിഗേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഫസ്റ്റ് പറയുന്നത് എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആണ്, ഫലപ്രദമായ മാനേജ്മെൻറ്റ്. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് അതായത് കീഴ് ജീവനക്കാർക്ക് കർത്തവ്യങ്ങൾ ഏൽപ്പിക്കുന്നത് വഴി ഉയർന്ന നിർവാഹകർ അഥവാ എക്സിക്യൂട്ടീവുകൾ കൂടുതൽ സമയം ലഭിക്കുന്നതിനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും അവർക്ക് കൂടുതൽ കഴിയുന്നു, അല്ലെങ്കിൽ കാര്യക്ഷമമായി അല്ലെങ്കിൽ കാര്യശേഷിയോടെ ഫലപ്രദമായി പ്രവർത്തിക്കാനാകുന്നു എന്നാണ് പറയുന്നത്. എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റ് പോയിന്റ്, ഫലപ്രദമായ മാനേജ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റാണ് എംപ്ലോയി ഡെവലപ്മെൻറ്റ്, അതായത് ജീവനക്കാരുടെ വികസനം. ഡെലിഗേഷനിലൂടെ കീഴ് ജീവനക്കാർക്ക് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. കീഴ് ജീവനക്കാർക്ക് അവർക്കും കൂടി എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റാണ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, അതായത് കീഴ് ജീവനക്കാർക്കുള്ള പ്രചോദനം. മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ഡെലിഗേഷന് മനഃശാസ്ത്രപരമായ ഒരു വശം കൂടെ ഉണ്ട്. കാരണം നമ്മളെ കൂടി എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരെ, മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് എന്താ പറയുക, മനസ്സിന് നല്ലൊരു സന്തോഷം ലഭിക്കും. കാരണം അവരെ കൂടി ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് അല്ലേ. അവർക്ക് കൂടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കീഴ് ജീവനക്കാർക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷനാണ് എംപ്ലോയീസിന് ഈ കാര്യം എന്നാണ് പറയുന്നത്. ഡെലിഗേഷൻ കൊണ്ട് അവർക്കൊരു മോട്ടിവേഷൻ ലഭ്യമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് മേലുദ്യോഗസ്ഥർ കീഴ് ജീവനക്കാരനെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വിശ്വാസത്തിൻ്റെ ഒരു ഘടകവും കീഴ് ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിബദ്ധതയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത്, അതായത് വളർച്ചയ്ക്ക് സൗകര്യമൊരുക്കുന്നു. പുതുതായി ആരംഭിക്കുന്ന വകുപ്പുകളും സാഹസിക സംരംഭങ്ങളും, അതായത് വളർച്ചയ്ക്ക് സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. പുതുതായി ആരംഭിക്കുന്ന വകുപ്പുകളിലും സാഹസിക സംരംഭങ്ങളിലും നേതൃത്വ പദവി ഏറ്റെടുക്കാൻ വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ വഹിക്കാനും ഡെലിഗേഷൻ ജീവനക്കാർക്ക് പ്രാപ്തി നൽകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം ഒരു വളർച്ചയ്ക്കുള്ള സൗകര്യം ഒരുക്കുകയാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹൈറാർക്കി, അതായത് മാനേജ്മെൻറ്റ് അധികാര ശ്രേണിയുടെ അടിസ്ഥാനം. സംഘടനത്തിലൂടെയും അധികാരം ഏൽപ്പിച്ചു കൊടുക്കലിലൂടെയും സ്ഥാപിക്കപ്പെടുന്ന മേലുദ്യോഗസ്ഥ കീഴ് ജീവനക്കാർ ബന്ധമാണ് മാനേജ്മെൻറ്റ് അധികാര ശ്രേണി. അറിയാലോ, അതായത് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഒരു പിരമിഡ് പോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ തട്ടായിട്ട് ഇങ്ങനെ ക്രമീകരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈറാർക്കി അല്ലേ. സ്റ്റെപ്പായിട്ട് ഓരോ ആളുകളെ ഇങ്ങനെ ക്രമീകരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈറാർക്കി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്തുണ്ട്, അധികാരത്തിൻ്റെ അവസ്ഥയും ഒഴുക്കുമാണ്. ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പിരമിഡ് വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മളിങ്ങനെ ആളുകളെ തട്ടായി ക്രമീകരിക്കുന്നതാണ് എന്ത്, ഈ ഹൈറാർക്കി ഓഫ് മാനേജ്മെൻറ്റ്. ആരോടാണ്, ഇവിടെ ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോവർ ലെവൽ ഉണ്ട് അല്ലേ.
ആരാരോടാണ് കടപ്പെട്ടിരിക്കേണ്ടത്, ആർക്ക് ആരോടൊക്കെയാണ് അധികാരപ്പെടുത്താനുള്ള അവകാശം, ആരാരോട് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബെറ്റർ കോർഡിനേഷൻ, മെച്ചപ്പെട്ട ഏകോപനം. അതായത് നമുക്ക് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ബെറ്റർ കോർഡിനേഷന് സൗകര്യം ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അധികാരം, ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി എന്നിവ പോലുള്ള ഡെലിഗേഷൻ്റെ ഘടകങ്ങൾ സ്ഥാപനത്തിലെ വിവിധ ജോലി പദവികളുടെ അധികാരങ്ങൾ, അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ എന്നിവ വ്യക്തമായി നിർവചിക്കുന്നു. അതുകൊണ്ട് തന്നെ ബെറ്റർ കോർഡിനേഷന് നമുക്ക് സൗകര്യമൊരുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ.